നമസ്കാരം. 25 വർഷമായി ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലവുമായി തുടരുന്ന ബന്ധം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി രാജ്യസഭയിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സോണിയ നാമനിർദ്ദേശ പത്രിക നൽകി. ഇതോടെ സോണിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി മത്സരിക്കില്ലെന്ന് ഉറപ്പായി. രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി രാജ്യസഭയിലെത്തുക. ജയ്പൂരിലെത്തി സോണിയാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ സന്നിഹിതരായിരുന്നു. കോൺഗ്രസ് മുതിർന്ന നേതാവ് മനു അഭിഷേക് സിംഗ്വി എന്നിവർ രാജ്യസഭയിലേക്ക് പത്രിക നൽകിയിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ അടക്കം 4 പേരുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഹിമാചലിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ മനു അഭിഷേക് സിംഗ്വിയും ബീഹാറിൽ നിന്ന് ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗും മഹാരാഷ്ട്രയിൽ നിന്ന് ചന്ദ്രകാന്ത് ഹെൻഡോറയും കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭയിലേക്ക് മത്സരിക്കും. 25 വർഷം ലോക്സഭയിൽ അംഗമായിരുന്ന ശേഷമാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് സോണിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറിയതെന്നാണ് കോൺഗ്രസ് നേതൃത്വം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരം പിടിച്ചെടുത്ത രാജസ്ഥാനിൽ ഒരു സീറ്റിലാണ് കോൺഗ്രസിന് വിജയിക്കാനാകുക. 1998 മുതൽ 22 വർഷം കോൺഗ്രസ് അധ്യക്ഷയായിരുന്നു സോണിയാഗാന്ധി. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുള്ള നിലവിലെ ലോക്സഭാംഗം കൂടിയാണ് സോണിയ. 1999 മുതൽ അവർ റായ്ബറേലിയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയയ്ക്ക് പകരം റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കും. രാഹുൽ ഗാന്ധിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. രാജസ്ഥാനിൽ ഒഴിവുവരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയം ഉറപ്പുള്ളത്. ആ സീറ്റിലാണ് സോണിയ മത്സരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സംസ്ഥാനത്തെ പാർട്ടിയുടെ മറ്റു മുതിർന്ന നേതാക്കൾ, MLA മാർ തുടങ്ങിയവരെല്ലാം സോണിയയുടെ പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായി രാജസ്ഥാൻ നിയമസഭയിലെത്തിയിരുന്നു. ഫെബ്രുവരി 27 നടക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ഇതിനിടെ രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ BJPയുടെ 2ാം ലിസ്റ്റും പുറത്തു വന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. ഒഡീഷയിലെ ഭരണകക്ഷിയായ BJDയും അശ്വിനി വൈഷ്ണവിനെ പിന്തുണ പ്രഖ്യാപിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. 2019 BJDയുടെ പിന്തുണയോടെയാണ് അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിലേക്ക് എത്തിയത്. ഒഡീഷയിൽ രാജ്യസഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് നിർത്തി ജയിപ്പിക്കാനുള്ള അംഗബലം BJPക്കില്ല. 3 സീറ്റുകളാണ് സംസ്ഥാനത്ത് ഒഴിവുള്ളത്. ഇതിൽ 3ലും ജയിക്കാൻ BJDക്ക് കരുത്തുണ്ടെങ്കിലും 2 സ്ഥാനാർത്ഥികളെ മാത്രമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3ാമത്തെ സീറ്റിലാണ് അശ്വിനി വൈഷ്ണവിന് പിന്തുണ നൽകിയിരിക്കുന്നത്. രാജസ്ഥാൻ സ്വദേശിയായ അശ്വിനി വൈഷ്ണവ് രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുമ്പ് 2010 വരെ ഒഡീഷയിലാണ് സിവിൽ സർവീസിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു കേന്ദ്രമന്ത്രി എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും. സോണിയ രാജ്യസഭ MP ആവുന്നതോടെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AICC ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാവുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഴിഞ്ഞയാഴ്ച സോണിയാഗാന്ധിയോട് സംസ്ഥാനത്തെ ഖമ്മം സീറ്റിൽ നിന്ന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകിയ തെലങ്കാനയുടെ മാതാവായി സോണിയാഗാന്ധിയെ കാണുന്നതിനാലാണ് അഭ്യർത്ഥന നടത്തിയതെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞിരുന്നു.